1. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെറിയ ചാപ്റ്ററാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ഡൈജഷൻ ലൈക്ക് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ടു ദ ബ്ലഡ് by active transport, whereas electrolytes like chloride ions are generally absorbed by simple diffusion. How will you differentiate active transport from simple diffusion? അതായത് ചില സബ്സ്റ്റൻസുകൾ ഇപ്പോൾ നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലൈസ് പ്രസൻ്റ് ആണ്. ആ വില്ലൈസിലൂടെയാണ് എന്ത് ചെയ്യുക? ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും ഒരേപോലെ ആയിരിക്കില്ല അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. ചിലത് ആക്റ്റീവായിട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, ചിലത് പാസീവായിട്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ്സ്റ്റൻസ് അവരുടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം സിമ്പിൾ ഡിഫ്യൂഷൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് ആക്റ്റീവും ഒന്ന് പാസീവും. ഈ സബ്സ്റ്റൻസ് എന്തായാലും ഒന്നെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തേക്കോ അല്ലെങ്കിൽ കുറവുള്ള ഭാഗത്തുനിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കോ ആയിരിക്കും സബ്സ്റ്റൻസ് മൂവ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് ചില സബ്സ്റ്റൻസ് ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതായത് അവൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലൂടെ തന്നെ അവരെന്ത് ചെയ്യും? സബ്സ്റ്റൻസ് പാസ് ചെയ്യും. അവിടെ എന്ത് വേണ്ടി വരുന്നില്ല? എനർജിയുടെ ആവശ്യം വരുന്നില്ല, എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല. അങ്ങനെ എനർജി എക്സ്പെൻഡിച്ചർ ഇല്ലാതെ സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക? നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ആ പാസീവ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. പാസീവിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, ഒന്ന് ഡിഫ്യൂഷൻ, അതേപോലെ തന്നെ ഓസ്മോസിസ് വരുന്നുണ്ട്. ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ കേസിലാണ് വരിക. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള സൊല്യൂട്ട്സിൽ ഏതാണ് വരുന്നത്? ഡിഫ്യൂഷനാണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ അവിടെ എന്ത് വരുന്നില്ല എന്ന് പറഞ്ഞു? എനർജി എക്സ്പെൻഡിച്ചർ വരുന്നില്ല. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹിയർ ദി സബ്സ്റ്റൻസ് മൂവ്സ് ഫ്രം ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അവിടെ എന്ത് വേണം? എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തുനിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻസൈംസ് പ്രസന്റ് ഇൻ ദ സലൈവ, gastric juice and intestinal juice are given in the box. അതായത് ഈ തന്നിട്ടുള്ള ബോക്സിൽ നമുക്ക് സലൈവയിൽ കാണുന്നതും അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലും കാണുന്ന എൻസൈംസിനെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഐഡൻറ്റിഫൈ ദ എൻസൈം പ്രസൻറ്റ് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് വൺ ഈച്ച്. അതായത് ഈ തന്നിട്ടുള്ളതിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണുന്ന എൻസൈമും അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്ന എൻസൈമും ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പെപ്സിൻ ഉണ്ട്, ലൈസോസൈം ഉണ്ട്, ട്രിപ്സിനോജൻ, റെനിൻ, ലിപ്പേസ്, സലൈവറി അമൈലേസ്. ഇതിൽ സലൈവറി അമൈലേസും ലൈസോസൈമും എവിടെയുള്ളതാണ്? സലൈവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. ഇനി പെപ്സിൻ അതേപോലെ തന്നെ റെനിൻ, ഇത് രണ്ടും സ്റ്റൊമക്കിൽ കാണുന്ന എൻസൈംസ് ആണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റീജിയനിൽ കാണുന്നതാണ് പെപ്സിനും റെനിനും. ഇനി ട്രിപ്സിനോജൻ ആണെങ്കിലോ, ട്രിപ്സിനോജൻ നമുക്ക് കാണുന്നത് എവിടെയാണ്? പാൻക്രിയാസിലാണ്. പാൻക്രിയാസ് ആണ് ഈ ട്രിപ്സിനോജനെ സിന്തസൈസ് ചെയ്യുക. ലിപ്പേസ് നമ്മളുടെ സ്റ്റൊമക്കിലും കാണാറുണ്ട്, അതേപോലെ തന്നെ പാൻക്രിയാസിൽ കാണാറുണ്ട്, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലിപ്പേസിനെ കാണാറുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? ഗ്യാസ്ട്രിക് ജ്യൂസിലും അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലും കാണുന്ന എൻസൈംസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ. ഒന്നുകിൽ പെപ്സിൻ എഴുതാം അല്ലെങ്കിൽ റെനിൻ എഴുതാം. ഇനി ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്നത് ഏതാണ്? ലിപ്പേസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്നത് ലിപ്പേസ് ആണ്. ആൻഡ് റൈറ്റ് ദ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇത് മാത്രം പോരാ, അവരുടെ ഡൈജസ്റ്റീവ് ഫംഗ്ഷനും കൂടി നമ്മൾ എഴുതണം. അപ്പോൾ പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
പ്രോട്ടീൻ ഡൈജഷനാണ്. പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജഷനാണ്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്ന ലിപ്പേസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ലിപ്പേസ് ഹെൽപ്പ് ചെയ്യുന്നത്. ലിപ്പിഡിൻ്റെ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിപ്പേസ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഗട്ട്. ഇത് നമ്മളുടെ ഹ്യൂമൻ ഗട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്. ആ പിക്ചർ നമ്മൾ നോക്കിയതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓരോ ഭാഗങ്ങൾ നമ്മളോട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ ABCD എന്ന് പറയുന്ന ആ ലെയറിലൊക്കെ എന്തൊക്കെയാണുള്ളത്, ആ പാർട്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ ലേബൽ A, B, C, and D. ഇത് നമ്മളുടെ എലിമെൻ്ററി കനാലിൻ്റെ ക്രോസ് സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എലിമെൻ്ററി കനാലിൻ്റെ വാൾസ് അറിയാൻ പറ്റും. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് ഇത് സെറോസ എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ സെറോസ. അത് കഴിഞ്ഞിട്ട് കാണുന്ന ലെയറാണ് മസ്കുലാരിസ്. മസ്കുലാരിസിൽ നമുക്ക് ഔട്ടർ എന്താണ് ലോങ്റ്റിറ്റ്യൂഡിനലും ഇന്നർ സർക്കുലർ മസിൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. C എന്ന് പറയുന്നത് ഏതാണ്? സബ് മ്യൂക്കോസയാണ്. സബ് മ്യൂക്കോസ ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ എന്ന് പറയുന്നത് ഏതാണ്? മ്യൂക്കോസയാണ്. നമ്മുടെ എലിമെൻ്ററി കനാലിന് എത്ര വോൾസ് ഉണ്ട്? 4 വോൾസ് ആണുള്ളത്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സെറോസ, അത് കഴിഞ്ഞാൽ മസ്കുലാരിസ്, അത് കഴിഞ്ഞാൽ സബ് മ്യൂക്കോസ, ദെൻ മ്യൂക്കോസ. ഇനി write any 2 structural modification of mucosa at different parts of gut. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ പറയുന്ന മ്യൂക്കോസൽ ലെയറിൻ്റെ 2 സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ. നമ്മളുടെ എലിമെൻ്ററി കനാലിൽ ഈ മ്യൂക്കോസയുടെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ, ഏതെങ്കിലും 2 പാർട്ടിലുള്ള സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, ഈ പറയുന്ന മ്യൂക്കോസ അത് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ നോൺ ആസ് വില്ലൈ. വില്ലയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റൊമക്കിൽ ഈ മ്യൂക്കോസയ്ക്ക് മറ്റൊരു സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഉണ്ട്. അതൊരു ഇറഗുലർ ഫോൾഡിങ്സ് ആയിട്ടായിരിക്കും നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്നുണ്ടാവുക. ആ ഇറഗുലർ ഫോൾഡിങ്സിനെയാണ് എന്തെന്ന് പറയുക? റഗ്ഗേ എന്ന് പറയുക. അപ്പോൾ റഗ്ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറഗുലർ ഫോൾഡിങ്സ് ദാറ്റ് സീൻ ഇൻ ദ സ്റ്റൊമക്കിൽ കാണുന്നതാണ് ഇത് റഗ്ഗേ എന്ന് പറയുന്നത്. അതെന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? മ്യൂക്കോസൽ ലെയറിൻ്റെ മോഡിഫിക്കേഷനാണ്. ഇതേ മ്യൂക്കോസ നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു മോഡിഫിക്കേഷൻ കാണുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടായിരിക്കും കാണുക. ആൻഡ് ദാറ്റ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ നോൺ ആസ് വില്ലൈ എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഫോളോവിങ്. The carbohydrate splitting enzyme present in human saliva. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the carbohydrate splitting enzyme present in human saliva. നമ്മുടെ ഹ്യൂമൻ സലൈവയിൽ കാണുന്ന 2 എൻസൈം ഉണ്ട്. ഒന്ന് സലൈവറി അമൈലേസും മറ്റൊന്ന് ഏതാണ്? ലൈസോസൈമുമാണ്. അപ്പോൾ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എന്തിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം ഏതാണ് സലൈവയിൽ കാണുന്നത്? സലൈവറി അമൈലേസ് ആണ്. അതേപോലെ തന്നെ ദ ആൻറ്റി ബാക്ടീരിയൽ എൻസൈം, നമ്മൾ പറഞ്ഞു 2 എൻസൈം ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഈ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലൈസോസൈം എന്ന് പറയുന്ന മറ്റൊരു എൻസൈമും കൂടിയുണ്ട്. ആ എൻസൈമാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആൻറ്റി ബാക്ടീരിയൽ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ മൗത്തിൽ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡിലൂടെ എൻ്റർ ചെയ്യുന്ന ചില മൈക്രോബ്സിനൊക്കെ കില്ല് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഈ ലൈസോസൈംസിന് സാധിക്കും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് അവരെ ആൻറ്റി ബാക്ടീരിയൽ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി in which region of the alimentary canal does the following reaction occurs? അതുകൂടാതെ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ഒന്നും കൂടി തന്നിട്ടുണ്ട്. നമ്മളോട് 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 2 റിയാക്ഷൻസും നമ്മുടെ എലിമെൻ്ററി കനാലിൽ എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ റിയാക്ഷനിൽ എന്താ കാണുന്നിട്ടുള്ളത്? പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, പ്രോട്ടിയോസസ് ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആരത് കൺവേർട്ട് ചെയ്യുന്നത്? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. അപ്പോൾ പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് ഡൈജഷനാണ് അവിടെ നടക്കുന്നത്. പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയാണ് നടക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഈ ഡൈജഷൻ നടക്കുന്നത്. അതായത് പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, പ്രോട്ടിയോസിനെ
ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ അതേപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ വേറൊരു ഡൈജഷനും കൂടിയും പറയുന്നുണ്ട്. ഹിയർ ദ പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ്. പ്രോട്ടിയോസസ് ആൻഡ് പെപ്റ്റോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെപ്സിൻ. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെപ്സിൻ എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ദാറ്റ് ഈസ് സീൻ ഇൻ അവർ ഗ്യാസ്ട്രിക് റീജിയൻ. അതായത് നമ്മുടെ സ്റ്റൊമക്കിലാണ് എന്ത് കാണുന്നത്? പെപ്സിൻ കാണുന്നത്. സോ ഹിയർ ദിസ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ അവർ സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിലായിരിക്കും ഈ ഒരു ഡൈജഷൻ നടക്കുക. അപ്പോൾ പെപ്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പ്രോട്ടീനെ എന്തായിട്ട്? പ്രോട്ടിയോസസും അതേപോലെ തന്നെ പെപ്റ്റോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ്. ഇനി പ്രോട്ടീൻസിനെയും പെപ്റ്റോൺസിനെയും പ്രോട്ടിയോസസിനെയും ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ അതേപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ ഏതൊക്കെ റിയാക്ഷൻ എവിടെയൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. ഇനി 5th question. The following diagram shows the action of protein digesting enzymes of pancreas. നമ്മളുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പൗണ്ട് ഗ്ലാൻഡ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് ഇത് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അതിനൊരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. ഇതിലെ എൻഡോക്രൈൻ പാർട്സ് ആണ് ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുക. എക്സോക്രൈൻ പാർട്സ് എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് എൻസൈംസിനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. എൻസൈംസിനെ സിന്തസൈസ് ചെയ്യുന്നത് അപ്പോൾ എക്സോക്രൈൻ പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് എന്ന് പറയുന്നത് അവരൊക്കെ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണുന്നുണ്ടാവുക. ലൈക്ക് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഉണ്ട്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. ആ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് പാൻക്രിയാറ്റിക് അമൈലേസ്. അപ്പോൾ പാൻക്രിയാസിൽ കാണുന്ന പാൻക്രിയാറ്റിക് അമൈലേസ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ഡയഗ്രത്തിൽ പ്രോട്ടീൻ്റെ ഡൈജഷനാണ് കാണിക്കുന്നത്. ഏത്? പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിൻ്റെ ആക്ഷനാണ് കാണിക്കുന്നത്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ആണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക. ഇതാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസിൽ എന്തൊക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്? ട്രിപ്സിനോജൻ അതേപോലെ തന്നെ കൈമോട്രിപ്സിനോജനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഈ ട്രിപ്സിനോജൻ എന്തായിട്ട് മാറും? ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ട്രിപ്സിനോജനെ ട്രിപ്സിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോം അല്ലേ? ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ആരായിട്ട് കൺവേർട്ട് ചെയ്യണം? ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഏത്? നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ സിന്തസൈസ് ചെയ്യുന്ന എൻറ്ററോകൈനേസ്. സോ ട്രിപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ട്രിപ്സിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻറ്ററോകൈനേസ്. അപ്പോൾ 1 എന്ന് പറയുന്നത് ഏതാണ്? എൻറ്ററോകൈനേസ് ആണ്. അപ്പോൾ എൻറ്ററോകൈനേസ് ട്രിപ്സിനോജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ട്രിപ്സിനാണ് എന്ത് ചെയ്യുക? പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കുന്നതും അതേപോലെ തന്നെ കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കുന്നതും. അപ്പോൾ ഇനി കൈമോട്രിപ്സിനോജൻ എന്ത് ചെയ്യും? കൈമോട്രിപ്സിനോജനെ ട്രിപ്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? കൈമോട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കൈമോട്രിപ്സിനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ കൈമോട്രിപ്സിനോജനെ ട്രിപ്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കൈമോട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി കൈമോട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു? ലാബൽ ദ നമ്പേഴ്സ് 1, 2 and 3. അപ്പോൾ 1 എന്ന് പറയുന്നത് എൻറ്ററോകൈനേസ്, 2 എന്ന് പറയുന്നത് ട്രിപ്സിൻ, 3 എന്ന് പറയുന്നത് എന്താണ്? പെപ്റ്റൈഡ്സ് ആണ്. ഇനി ദ എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ് ഈസ് നോൺ ആസ്. പാൻക്രിയാസിൻ്റെ എൻഡോക്രൈൻ പാർട്ടിനെ പറയുന്ന പേരെന്താണ്? ദ എൻഡോക്രൈൻ പാർട്ട് ഓഫ് ദ പാൻക്രിയാസ് ഈസ് നോൺ ആസ് ഐലറ്റ്സ് ഓഫ് ലൈംഗഹൻ. അപ്പോൾ പാൻക്രിയാസിൻ്റെ ഈ എൻഡോക്രൈൻ പാർട്സ് ഹോർമോൺസിനെയാണ് സിന്തസൈസ് ചെയ്യുക. എൻഡോക്രൈൻ പാർട്ട് ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യും. എക്സോക്രൈൻ പാർട്ട് അപ്പം എന്ത് ചെയ്യും? ഡൈജസ്റ്റീവ് എൻസൈംസിനെ സിന്തസൈസ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി 6th question. ഗീവ് 1 word ഫോർ ദ ഫോളോവിങ്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ 1 words ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദ പ്രസൻസ് ഓഫ് 2 sets ഓഫ് ടീത്ത് ഇൻ ദ ലൈഫ് ടൈം. B1 ഈസ് teeth are present in socket of jaw bones. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രസൻസ് ഓഫ് 2 sets ഓഫ് ടീത്ത് ഇൻ അവർ ലൈഫ് ടൈം. നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് 2 sets ടീത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് ടീത്ത് ആയിരിക്കും. അതിന് റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും? പെർമനൻറ്റ് ടീത്ത് വരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെൻറ്റീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈഫയോഡോൺ ഡെൻറ്റീഷൻ. ഡൈ മീൻസ് 2.
അപ്പോൾ ഡൈഫൈഡോൺ ഡെന്റിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ലൈഫ് ടൈമിൽ നമുക്ക് 2 സെറ്റ് ടീത്ത് വരുന്നുണ്ട്. അതാണ് ഡൈഫൈഡോൺ ഡെന്റിഷൻ. സോ എൻ്റെ ആൻസർ എന്തായിരുന്നു? ഡൈഫൈഡോൺ ഡെന്റിഷൻ. ബി എന്ന് പറയുന്നത് ദ ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ സോക്കറ്റ്സ് ഓഫ് ജോ ബോൺസ്. നമ്മളുടെ ജോ ബോൺസ് ഉണ്ടല്ലോ, ഈ ജോ ബോൺസിൽ കുറേ സോക്കറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ സോക്കറ്റിലും ഓരോ ടീത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് തീക്കോഡോൺ ഡെന്റിഷൻ. ഓരോ സോക്കറ്റ്സിനെ നമ്മൾ തീക്കാസ് എന്ന് പറയാം. ആ ഓരോ തീക്കാസിലും അല്ലെങ്കിൽ ഓരോ സോക്കറ്റ്സിലുമാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഓരോ ടീത്തിനെയും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്? തീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറയുന്നത്. സോ ദ ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺസ്. ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ ദ സോക്കറ്റ് ഓഫ് ജോ ബോൺസ് ആൻഡ് സച്ച് കൈൻഡ് ഓഫ് ഡെന്റിഷൻ ഈസ് നോൺ ആസ് തീക്കോഡോൺ ഡെന്റിഷൻ. നമ്മളുടെ ഹ്യൂമൻ ഡെന്റിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 രീതിയിൽ പറയാം. ഒന്ന് ഡൈഫൈഡോൺ ഡെന്റിഷൻ ആണ്, അതേപോലെ തന്നെ ഹെറ്ററോഡോൺ ഡെന്റിഷൻ ആണ്, തീക്കോഡോൺ ഡെന്റിഷൻ ആണ്. ഡൈഫൈഡോൺ എന്ന് പറയാൻ കാരണം നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് 2 സെറ്റ് ടീത്ത് ഉണ്ടായിരിക്കും. തീക്കോഡോൺ എന്ന് പറയാൻ കാരണം നമ്മുടെ ടീത്ത്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജോ ബോൺസിൽ എന്തുണ്ടായിരിക്കും? സോക്കറ്റ്സ് ഉണ്ടായിരിക്കും. ആ സോക്കറ്റ്സിലാണ് ഓരോ ടീത്തിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് തീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹെറ്ററോഡോൺ ഡെന്റിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിലെ എല്ലാ ടീത്ത്സും ഒരേപോലെ അല്ല, പല ടൈപ്പിലുള്ള ടീത്ത്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ടീത്തുകൾ ഉള്ളതുകൊണ്ട് എന്തെന്ന് പറയും? ഹെറ്ററോഡോൺ ഡെന്റിഷൻ എന്നും കൂടെ പറയും. ക്ലിയർ ആണല്ലോ? ഇനി 7th question, നെയിം ദ ഫോളോവിങ്. A. The antibacterial enzyme present in the saliva of man which helps in prevention of infection. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് ദ ഡൈജസ്റ്റീവ് എൻസൈം പ്രസൻറ്റ് ഇൻ സലൈവ. അപ്പോൾ ആൻറ്റിബാക്ടീരിയൽ എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? ലൈസോസൈം ആണ്. നമ്മുടെ സലൈവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിബാക്ടീരിയൽ എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. ആൻഡ് ദ ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് ഈസ് സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസ് ആണ് ഏത്? ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയുന്നത്. ഇനി 8th question, the protein digestion by proteolytic enzyme is given below. Name the enzyme marked as A and B. Identify the glands which secrete these enzymes and write the inactive form of the enzyme A and B. അതായത് ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് പല രീതിയിലും വരാം. ഒരു പ്രോട്ടീൻ ഡൈജഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ് പ്രോട്ടീൻ ഡൈജഷൻ തന്നിട്ടുള്ളത്. പ്രോട്ടീൻസ്, പെപ്റ്റോൺസ്, അതേപോലെ തന്നെ പ്രോട്ടിയോസസ്. ഇതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഒന്ന് ട്രിപ്സിൻ ആണ്, 2 എൻസൈംസും കൂടി ഉണ്ട്. അത് ഏതാണെന്നാണ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എൻസൈം എയും അതേപോലെ തന്നെ എൻസൈം ബി എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ എൻസൈം എ ഏതാണ്, എൻസൈം ബി ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയായിരിക്കും ആ എൻസൈംസ്? ട്രിപ്സിൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് കൈമോട്രിപ്സിൻ, അതേപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ്. സോ എൻസൈം എ എന്ന് പറയുന്നത് കൈമോട്രിപ്സിനും എൻസൈം ബി എന്ന് പറയുന്നത് ഏതാണ്? കാർബോക്സി പെപ്റ്റിഡേസ് ആണ്. ആൻഡ് ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദീസ് എൻസൈം. ഇത് ഏത് ഗ്ലാൻഡ്സാണ് സിന്തസൈസ് ചെയ്യുന്നത്? ദീസ് എൻസൈംസ് ആർ സിന്തസൈസ്ഡ് ബൈ അവർ പാൻക്രിയാസ്. പാൻക്രിയാസ് സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. ഇനി റൈറ്റ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് ദ എൻസൈം എ ആൻഡ് ബി. ഇത് രണ്ടും ആക്റ്റീവ് ഫോമാണ്. ഇപ്പോൾ ട്രിപ്സിൻ അതേപോലെ തന്നെ കൈമോട്രിപ്സിൻ പിന്നെ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോമാണ്. പക്ഷേ ആക്ച്വലി ഈ പാൻക്രിയാസിൽ ഇവർ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണുന്നുണ്ടാവുക. അതേതാണ് ആ ഇനാക്റ്റീവ് ഫോം എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? കൈമോട്രിപ്സിൻ്റെ ഇനാക്റ്റീവ് ഫോം എന്ന് പറയുന്നത് കൈമോട്രിപ്സിനോജൻ, അതേപോലെ തന്നെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്നുള്ളതാണ് കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ ഇനാക്റ്റീവ് ഫോം. അപ്പോൾ എൻസൈം എന്റെ ഇനാക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? കൈമോട്രിപ്സിനോജൻ ആണ്. അതേപോലെ തന്നെ എൻസൈം ബിയുടെ ഇനാക്റ്റീവ് ഫോം എന്ന് പറയുന്നത് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. The 9th question, certain indicators regarding the layers in the wall of alimentary canal are given. Name the layer against the indicator. അതായത് നമ്മുടെ എലിമെൻ്ററി കനാലിന് 4 വാൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ 4 വാൾസിൻ്റെ കുറച്ച് ഇൻഡിക്കേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ഏതാണ്, അവർ ഉദ്ദേശിക്കുന്ന വാൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് എലിമെൻ്ററി കനാലിലുള്ള വാൾസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ളതാണ് വാൾസ് ഓഫ് എലിമെൻ്ററി കനാൽ. അപ്പോൾ ഫസ്റ്റ് വൺ, ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്ൻസ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. അതായത് 4 വാൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെറോസ, മസ്കുലാരിസ്, മ്യൂക്കോസ ആൻഡ് സബ്മ്യൂക്കോസ. ഈ സബ്മ്യൂക്കോസ എന്ന് പറയുന്നത് 2ാമത്തെ ലെയറാണ്. ഉള്ളിൽ നിന്ന്
രണ്ടാമത്തെ ലെയറാണ് സബ് മ്യൂക്കോസ. ഈ സബ് മ്യൂക്കോസ ആണ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇവിടെ പറയുന്ന വോൾ ഏതാണ്? സബ് മ്യൂക്കോസയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ദ ബി, ദ ഇന്നർമോസ്റ്റ് ലൈനിങ് ഫോംസ് ദ റെഗെ ഇൻ സ്റ്റൊമക്. ഇന്നർമോസ്റ്റ് വോൾ ഏതാ? ഇന്നർമോസ്റ്റ് വോൾ എന്ന് പറയുന്നത് മ്യൂക്കോസയാണ്. അപ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള വോള് മ്യൂക്കോസയാണ്. ഈ മ്യൂക്കോസയ്ക്ക് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഇൻറ്റസ്റ്റൈനിൽ ഇത് വില്ലൈസ് ആയിട്ടും അതേപോലെ തന്നെ സ്റ്റൊമക്കിൽ റെഗെ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അതേതായിരിക്കും? മസ്കുലാരിസ് എന്ന് പറയുന്ന ലെയറാണ് ആ വരുന്നത്. ആൻഡ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ദാറ്റ് ഇസ് മെയ്ഡ് ഓഫ് മീസോത്തീലിയം, അതേതാണ്? സെറോസ. അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ സെറോസയാണ്. ആൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് മീസോത്തീലിയം. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മ്യൂക്കോസ. ആൻഡ് ദാറ്റ് ഹാവ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഇൻ സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ലെയർ, അതായത് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്ന ലെയർ എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മസ്കുലാരിസ് ആണ്. അതേപോലെ തന്നെ മ്യൂക്കോസ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് പിന്നിലായിട്ട് വരുന്ന ലെയർ ഏതാണ്? സബ് മ്യൂക്കോസയാണ്. ആൻഡ് സബ് മ്യൂക്കോസ ഈസ് ഫോംഡ് ഓഫ് nerves and blood vessels. Any 10th question. Complete the following table which shows digestive glands and their enzymes in an adult man. അതായത് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട്, അതിൻ്റെ എൻസൈംസ് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലതിൻ്റെ തന്നിട്ടുണ്ടായിരിക്കും, ചിലതിൻ്റെ തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻസിൽ ഫസ്റ്റ് വരുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രോട്ടീൻ ഡൈജഷൻ എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ ആണ്. ഏതാണ്? പെപ്സിൻ ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താ? പെപ്സിൻ. ഇനി സലൈവറി ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സലൈവറി അമൈലേസ് ആണെങ്കിൽ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സലൈവറി അമൈലേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഏതാണ് എൻസൈം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയസ് ആണ് എൻസൈം. പക്ഷേ അത് ഏത് ഗ്ലാൻഡാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ന്യൂക്ലിയസിനെ ഏത് ഗ്ലാൻഡായിരിക്കും സിന്തസൈസ് ചെയ്യുന്നുണ്ടാവുക? ന്യൂക്ലിയസിനെ സിന്തസൈസ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ആണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ സിന്തസൈസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ്? ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്. ആ ന്യൂക്ലിയസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷനാണ്. ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് പാൻക്രിയാസ് സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഇത്? ലിപ്പേസ് എന്ന് പറയുന്നത്. ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫാറ്റിൻ്റെ ഡൈജഷൻ. ലിപ്പേസ് ആണെങ്കിൽ അവർ ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഡൈജഷനാണ് ആര് ഹെൽപ്പ് ചെയ്യുക? ലിപ്പേസ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു കോളത്തിൽ പറയുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈം പെപ്സിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ. Salivary gland synthesize salivary amylase and that helps in the digestion of carbohydrate. And the intestinal gland synthesize nuclease that helps in the digestion of nucleic acid. And the pancreas synthesize lipase which helps in the digestion of fat. 11th question. Observe the diagram and label A and B. നമ്മുടെ ഈ ഡയഗ്രാം നോക്കിയിട്ട് എയും ബി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, അതായത് ഹെറ്ററോഡോൺ ഡെൻറ്റിഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ടീത്ത്സ് പല ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു. ഈ കാണുന്ന ടീത്ത് ഇത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നമ്മുടെ കോർണേഴ്സിൽ കാണുന്ന ടീത്തിനെ കെനൈൻസ് എന്നാണ് പറയുക. കെനൈൻസ് ആണിത്. ഈ അറ്റത്ത് കാണുന്ന മൂന്നെണ്ണം ഏതാണ്? അതിനെ നമ്മൾ മോളാഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മൗത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ടീത്ത് പ്രസൻ്റ് ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ടീത്ത് പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഹെറ്ററോഡോൺ ഡെൻറ്റിഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ്? ഇൻസിസേഴ്സ്, കെനൈൻസ്, പ്രിമോളാഴ്സ് ആൻഡ് മോളാഴ്സ്. ഇതാണ് നമ്മളുടെ ടീത്ത്സ് എന്ന് പറയുന്നത്. ഈ ടീത്തുകളിൽ ഇൻസിസേഴ്സ് ഫസ്റ്റ് റോയിൽ കാണുന്ന ഫസ്റ്റ് ലൈനിൽ കാണുന്ന ആ ടീത്ത് എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി കെനൈൻസ് ആണെങ്കിൽ ടിയറിങ്ങിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പ്രിമോളാഴ്സും മോളാഴ്സും നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഫുഡിനെ ചൂ ചെയ്യാൻ വേണ്ടിയിട്ട്, മാസ്റ്റിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഡെൻ്റൽ ഫോർമുല ഓഫ് പെർമനൻറ്റ് ടീത്ത് ഇൻ മാൻ ഈസ്. മാൻ്റെ ഡെൻ്റൽ ഫോർമുല, പെർമനൻറ്റ് ടീത്തിൽ നമ്മളുടെ മാൻ്റെ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? 2123/1
2 1 2 3 ഇതാണ് 2 1 2 3 ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് 2 1 2 3 ബൈ 2 1 2 3 ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒബ്സർവ് ദി ഗിവൺ ഡയഗ്രാം ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് നോട്ടഡ് ആസ് എ ബി ആൻഡ് സി ആൻഡ് റൈറ്റ് ദ റോൾ ഓഫ് സെക്രീഷൻ സ്റ്റോർഡ് ഇൻ പാർട്ട് എ. അതായത് ഇതാണ് നമുക്കുള്ള ആ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഡയഗ്രാം നോക്കിയിട്ട് എന്താ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? എയും അതേപോലെ തന്നെ ബി അതേപോലെ സി എന്ന് പറയുന്ന 3 പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ പാർട്ട് എ സിന്തസൈസ് ചെയ്യുന്ന സെക്രീഷൻ്റെ റോൾ എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യുക. സോ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഗോൾ ബ്ലാഡർ ആണ്. ഇതേതാണ്? ഗോൾ ബ്ലാഡർ ആണ്. ഈ ഗോൾ ബ്ലാഡർ എന്തിനെയാണ് സിന്തസൈസ് ചെയ്യുക? ഗോൾ ബ്ലാഡർ ബൈലിനെയാണ് സിന്തസൈസ് ചെയ്യുക. അതായത് ലിവർ ബൈലിനെ സിന്തസൈസ് ചെയ്യും. ആ സിന്തസൈസ് ചെയ്യുന്ന ബൈൽ നേരെ എവിടേക്ക് പോകും? നമ്മുടെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ബൈലിന് എന്താക്കും? ഒന്നും കൂടി കോൺസെൻട്രേറ്റഡ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഗോൾ ബ്ലാഡറിൽ ആരാ ഉണ്ടായിരിക്കുക? ബൈലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ ആണ്. സി എന്താണ്? സി എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. ബി എന്താണ്? ഡിയോഡിനാണ്. ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആ സി ഷേപ്ഡ് ആയിട്ടുള്ള ആ റീജിയൻ ആണ് ഇത് ഡിയോഡിനം എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് സിന്തസൈസ് ചെയ്യുന്ന സെക്രീഷൻ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ട് ഏതാ? അത് ഗോൾ ബ്ലാഡർ ആണ്. ഗോൾ ബ്ലാഡറിന് എന്തിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവുക? അവർ ബൈലിനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആ സിന്തസൈസ് ചെയ്യുന്ന ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താ? ബൈല് ഒന്ന് ഫാറ്റിൻ്റെ എമൾസിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ബൈല്. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് ആക്റ്റീവ് ആവാൻ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. ആ ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യാനും ആർക്ക് സാധിക്കും? ബൈലിന് സാധിക്കും. അപ്പോൾ ബൈലിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റും അതേപോലെ തന്നെ പ്രൊവൈഡ് ആൽക്കലൈൻ മീഡിയം ഫോർ ദ ആക്ടിവേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ്. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. From the following list, pick out the enzyme that take part in carbohydrate digestion. 2016 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റിൻ്റെ എൻസൈം, കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സലൈവറി അമൈലേസ്, പെപ്റ്റിഡേസ്, ലിപ്പേസ്, കാർബോക്സി പെപ്റ്റിഡേസ്. ഇതിൽ പെപ്റ്റിഡേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലിപ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. എന്നാൽ അമൈലേസ് എന്ന് പറയുന്നത് എന്താണ്? അത് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് അമൈലേസ്. അപ്പോൾ സലൈവറി അമൈലേസ് ആണ് എന്ത്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ദി ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് ഹെറ്ററോഡോണ്ട്. ദിസ് കണ്ടീഷൻ മീൻസ് നമ്മൾ ഹ്യൂമൻ ഡെന്റിഷൻ എന്ന് പറയുന്നത് ഹെറ്ററോഡോണ്ട് ആണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഹെറ്ററോഡോണ്ട് ഡെന്റിഷൻ എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് 2 ടൈപ്സ് ഓഫ് ടീത്ത്, അതേപോലെ തന്നെ പ്രസൻസ് ഓഫ് 2 സെറ്റ്സ് ഓഫ് ടീത്ത്, presence of different types of teeth are placed in sockets of jaw bones. 2 ടൈപ്പ് ടീത്ത് അല്ല എന്തായാലും. 2 സെറ്റ് ടീത്ത് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഡൈഫർഡോൺ ഡെന്റിഷൻ ആണ്. അതേപോലെ തന്നെ സോക്കറ്റ്സിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? ടീക്കോഡോൺ ഡെന്റിഷൻ എന്ന് പറയും. എന്നാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ടീത്ത് ഉണ്ടെങ്കിൽ എന്തെന്ന് പറയും? ഹെറ്ററോഡോൺ ഡെന്റിഷൻ എന്ന് പറയും. സോ ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് ഹെറ്ററോഡോൺ ആൻഡ് ദിസ് കണ്ടീഷൻ മീൻസ് ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി construct a flow chart to demonstrate the digestion of protein in different parts of alimentary canal. ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോട്ടീൻ ഡൈജഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ എലിമെൻ്ററി കനാലിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത് ഒന്ന് നമ്മൾ ഗ്യാസ്ട്രിക് റീജിയനിലും അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും വെച്ചിട്ടാണ്. ഈ ഗ്യാസ്ട്രിക് റീജിയനിൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ്സിൻ. ആ പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ പ്രോട്ടിയോസിസും പെപ്റ്റോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഗ്യാസ്ട്രിക് റീജിയൻ, നമ്മുടെ ഗ്യാസ്ട്രിക് റീജിയനിൽ നടക്കുന്ന പ്രോട്ടീൻ്റെ ഡൈജഷൻ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആരുണ്ടെന്ന് പറഞ്ഞു? പാൻക്രിയാസ് സിന്തസൈസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസസിൽ വരുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. അതാണ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അതേപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ്. നേരത്തെ നമ്മളൊരു ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ടുള്ള 2 ചാർട്ടുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് പ്രോട്ടിയോസസ്, പെപ്റ്റോൺസ്, പ്രോട്ടീൻ, ഇതിനെ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അതേപോലെ തന്നെ കാർബോക്സി പെപ്റ്റിഡേസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഡൈപെപ്റ്റൈഡ്സിനെ എന്താക്കിയിട്ട് മാറ്റും? അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? അതാണ് അവിടെ നടക്കുന്നത്. പ്രോട്ടീൻ്റെ ഡൈജഷൻ അങ്ങനെയാണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 16th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫോളോവിങ് ഡയഗ്രാം. ഇതാണ് ആ ഡയഗ്രാം. ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും നേരത്തെ ഇതേ സാധനം അവിടെ കണ്ടതല്ലേ, അത് തന്നെയാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നെയിം ദ ഫിഗർ, ലാബൽ പാർട്ട് എ, ബി ആൻഡ് ഡി. ഒന്ന് ഫിഗർ ഏതിൻ്റെ ഫിഗറാണ്? നമ്മുടെ എലിമെൻ്ററി കനാൽ, വോൾസ് ഓഫ് എലിമെൻ്ററി കനാലാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് സെറോസ, ബി എന്ന് പറയുന്നത് മസ്കുലാരിസ് ആൻഡ് ഡി എന്ന് പറയുന്നത് ഏതാണ്? മ്യൂക്കോസയാണ്. ഡി എന്ന് പറയുന്നത് മ്യൂക്കോസയാണ്. ഇനി ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതർ ഐറ്റംസ്. ഇതിൽ ഓഡ് വൺ ഐഡൻറ്റിഫൈ ചെയ്യുക, കോമൺ ഫീച്ചർ മറ്റേതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ കോമൺ ഫീച്ചർ നോക്കുക. സീക്കം, കോളൻ, റെക്ടം ആൻഡ് റെനിൻ. സീക്കം, കോളൻ, റെക്ടം. അതേപോലെ തന്നെ റെനിൻ. റെനിൻ ഈസ് എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം സീൻ ഇൻ അവർ ഗ്യാസ്ട്രിക് റീജിയൻ. നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ഇത് റെനിൻ. അപ്പോൾ ഓഡ് വൺ ഏതാണ്? റെനിൻ ആണ്. ബാക്കിയുള്ളത് എന്ന് പറയുന്നത് സീക്കം, കോളൻ, റെക്ടം. ഇത് ഏതിൻ്റെ പാർട്ടാണ്? നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ പാർട്സ് ആണ് ഇത് സീക്കം, കോളൻ ആൻഡ് റെക്ടം. ആൻഡ് 18th question. The proenzymes pepsinogen is a protein digesting enzyme. Pepsinogen is a protein digesting enzyme that is an inactive form of the human digestive system. Name the digestive gland which secrete this enzyme. How does the pepsinogen changes into active form pepsin? And complete the following sentence. Pepsin converts protein into proteosis and dash. അതായത് 3 സബ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് വിച്ച് സിന്തസൈസ് പെപ്സിൻ. പെപ്സിൻ സിന്തസൈസ് ചെയ്യുന്നത് ഏത് ഗ്ലാൻഡാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡാണ്. നമ്മുടെ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡാണ് എന്തിനെ സിന്തസൈസ് ചെയ്യുക? പെപ്സിനെ സിന്തസൈസ് ചെയ്യുക. ആൻഡ് ഹൗ ദിസ് ഇനാക്റ്റീവ് പെപ്സിനോജൻ, അതും ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജനെ നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന HCl ഉണ്ടല്ലോ, HCl എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ പെപ്സിനോജൻ ചേഞ്ചസ് ഇൻ ടു ഇറ്റ്സ് ആക്റ്റീവ് ഫോം പെപ്സിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് HCl. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? എന്തിനെ കൺവേർട്ട് ചെയ്യുന്നത്? പെപ്സിനോജനെ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ്. എന്താണ്? പെപ്സിൻ കൺവേർട്ട്സ് പ്രോട്ടീൻ ഇൻടു പ്രോട്ടിയോസിസ് ആൻഡ് പെപ്റ്റോൺസ്. പ്രോട്ടീനെ എന്തായിട്ടൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? പ്രോട്ടിയോസിസും അതേപോലെ തന്നെ പെപ്റ്റോൺസും ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി 19th question. Sketch an outline of protein digestion takes place in your alimentary canal. നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇതേ ക്വസ്റ്റ്യൻ പിന്നെയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 20th question എന്ന് പറയുന്നത് റീഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സെൽ ലെയേഴ്സ് ഇൻ ദ വോൾ ഓഫ് ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ. നേരത്തെ നമ്മൾ എലിമെൻ്ററി കനാൽസിൻ്റെ മൊത്തം വോൾസിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ്റെ സെൽ ലെയേഴ്സ്, വോൾസിൻ്റെ സെൽ ലെയേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലാർ ആൻഡ് ലോങ്റ്റിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ്. ഏത് ലെയറാണ്? മസ്കുലാരിസ്. മസിൽസ് ആണെങ്കിൽ അതെന്തായിരിക്കും? മസ്കുലാരിസ് ആയിരിക്കും. അപ്പോൾ മസ്കുലാരിസ് ആണെങ്കിൽ അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഔട്ടർ മോസ്റ്റ് എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് ലോങ്റ്റിറ്റ്യൂഡിനൽ മസിൽസും അതേപോലെ തന്നെ ഇന്നർ സർക്കുലാർ മസിൽസും ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തേത് എന്താണ്? മസ്കുലാരിസ്. രണ്ടാമത്തത് ദ ഔട്ടർ തിൻ ലെയർ ആൻഡ് ഫോംഡ് ഓഫ് മീസോത്തീലിയം. ഔട്ടർ തിൻ ലെയർ ഏതാണ്? സെറോസ. ഇനി തേർഡ് വൺ എ ലെയർ ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആൻഡ് നെർവ്സ്. നേരത്തെ പറഞ്ഞു എന്താണ്? അത് മ്യൂക്കോസ. സബ് മ്യൂക്കോസയാണ് ഏത്? മൂന്നാമത്തെ ആൻസർ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസും നെർവ്സും കാണുന്നത് സബ് മ്യൂക്കോസയിലാണ്. ആൻഡ് എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ് ടു സെക്രീറ്റ് മ്യൂക്കസ്. അതായത് ഈ ഒരു ലെയറിൽ എന്തുണ്ടായിരിക്കും? ഗോബ്ലെറ്റ് സെൽസ് ഉണ്ടായിരിക്കും. ആ ഗോബ്ലെറ്റ് സെൽസ് എന്തിനെ സിന്തസൈസ് ചെയ്യും? മ്യൂക്കസിനെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ അത് ഏതാണ്? അത് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ അപ്പുറത്തും ഡിസ്കസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇത് ദ എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ്. ആ എപ്പിത്തീലിയത്തിൽ എന്തുണ്ട്? ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. അവരെന്ത് സിന്തസൈസ് ചെയ്യും? മ്യൂക്കസിനെ സിന്തസൈസ് ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ എലിമെൻ്ററി കനാൽ, വോൾസ് ഓഫ് എലിമെൻ്ററി കനാൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ള ഒന്നാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയും പറഞ്ഞിട്ടുള്ള എന്താണ്? ഐഡൻറ്റിഫൈ ദ സെൽ ലെയേഴ്സ് ആൻഡ് അറേഞ്ച് ദം ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആസ് സീൻ ഇൻ ദ സെക്ഷൻ ഓഫ്
ഇൻഡസ്റ്റൈൻ. ഇൻസൈഡ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൽ ലെയേഴ്സിനെ അറേഞ്ച് ചെയ്യണം. ഏറ്റവും ഉള്ളിൽ കാണുന്നത് ഏതാണ്? ദ എപ്പിത്തീലിയം വിത്ത് ഗോബ്ലെറ്റ് സെൽസ് ടു സെക്രീറ്റ് മ്യൂക്കസ്. അതേതാണ്? മ്യൂക്കോസ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ദ ലെയർ ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നെർവ്സ്, ദാറ്റ് ഈസ് സബ് മ്യൂക്കോസ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലർ ആൻഡ് ലോങ്റ്റിറ്റ്യൂഡിനൽ സ്മൂത്ത് മസിൽസ്. അതേതാണ്? മസ്കുലാരിസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഔട്ടർ തിൻ ലെയർ ആൻഡ് ഇസ് ഫോംഡ് ഓഫ് മിസോത്തീലിയം, ദാറ്റ് ഈസ് സെറോസ. ഇതാണ് ആ 4 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മ്യൂക്കോസ, ദെൻ സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, ദെൻ സെറോസ. അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി 21st question, bile contain no digestive enzyme, so bile is not needed for digestion. Do you agree with this statement? Bile എൻസൈംസ് ഒന്നുമില്ല. ബൈൽ ഉണ്ടെങ്കിലും ആ ബൈലിൽ എന്തില്ല? എൻസൈംസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡൈജഷന് വേണ്ടിയിട്ട് ബൈലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഒരിക്കലും നമുക്കത് എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം ബൈലിന് ബൈലിൻ്റേതായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഡൈജഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആരുടെയും കൂടി ഡൈജഷൻ നടക്കണം? ഈ പറയുന്ന ലിപ്പിഡിൻ്റെ ഡൈജഷൻ നടക്കണം, അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കണം. ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കണമെങ്കിൽ ആദ്യം അതിനെന്ത് ചെയ്യണം? എമൾസിഫൈ ചെയ്യണം. ആ എമൾസിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ബൈലാണ്. അതുകൂടാതെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് ആക്റ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവിടെ ആൽക്കലൈൻ മീഡിയം വേണം. ആ ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ബൈലാണ്. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബൈൽ ഉണ്ടായേ പറ്റൂ. അവിടെ ബൈൽ പ്രത്യേകിച്ച് എൻസൈംസ് ഒന്നും സിന്തസൈസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവരെന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡൈജഷന് ആര് വേണം? ബൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി 22nd question, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. ഇതാണ് നേരത്തെ തന്ന അതേ ഡയഗ്രാം തന്നെയാണ്. ഈ ഡയഗ്രാം നോക്കിയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, അതിൻ്റെ ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ ഡക്റ്റ് ലാബിൾഡ് എ ആൻഡ് ദ സെക്രീഷൻ ഇറ്റ് പോസ് ഇൻ ടു ദ ഡ്യോഡിനം. ഈ ഡക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ലിവറിൽ നിന്ന് വരുന്ന ഹെപ്പാറ്റിക് ഡക്റ്റും അതേപോലെ തന്നെ ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന സിസ്റ്റിക് ഡക്റ്റും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമൺ എന്ത് ഡക്റ്റ് ഫോം ചെയ്യും? ബൈൽ ഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഡക്റ്റിനെ, കോമൺ ആയിട്ടുള്ള ഈ ഡക്റ്റിന് എന്താ പറയുക? ബൈൽ ഡക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അത് ബൈൽ ഡക്റ്റ് ആണ്. സോ ഇവിടെ കാണുന്ന ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബൈൽ ഡക്റ്റ് ആണ്. അപ്പോൾ ഈ ബൈൽ ഡക്റ്റും അതേപോലെ തന്നെ പാൻക്രിയാസ് എന്നുള്ള ഡക്റ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമൺ ഡക്റ്റ് ഫോം ചെയ്യും. ആ കോമൺ ഡക്റ്റിനെയാണ് എന്തെന്ന് പറയുക? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അപ്പോൾ ബൈൽ ഡക്റ്റും കോമൺ ആയിട്ടുള്ള ബൈൽ ഡക്റ്റും അതേപോലെ തന്നെ ഇത് ഹെപ്പാറ്റിക് ഡക്റ്റ് ആണ്. ഇത് കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യും. ഇനി ഇതിൻ്റെ സെക്രീഷൻ ഏതാണ്? ആ ഡക്റ്റിലൂടെ വരുന്ന സെക്രീഷൻ ഏതായിരിക്കും? ബൈലാണ് അല്ലേ? ബൈൽ ഡക്റ്റിലൂടെ വരുന്നത് എന്താണ്? ബൈലാണ്. ഇനി മെൻഷൻ എനി 2 ഫംഗ്ഷൻ ഓഫ് ദ സെക്രീഷൻ ഇൻ ഡൈജഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അതായത് ബൈലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, അല്ലെങ്കിൽ ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ് ആൻഡ് പ്രൊവൈഡ് ആൽക്കലൈൻ മീഡിയം ഫോർ ദ ആക്ടിവേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ്. ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് അല്ലെങ്കിൽ ജ്യൂസസ് അവിടത്തൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. ആ ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ബൈലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി 23rd question, the end product of fat digestion are not absorbed directly into blood streams. അതായത് നമ്മളുടെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ എൻഡ് പ്രോഡക്ട്സിനെ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ന്യൂട്രിയൻസും ഈ വില്ലൈ വഴി എവിടേക്കാണ് വരിക? നമ്മളുടെ ബ്ലഡ് വെസൽസിലേക്കാണ്, അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലേക്കാണ് നേരെ വരിക. പക്ഷെ ഫാറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫാറ്റിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യും? ഈ ലാർജറായിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറ്റും. ഇനി അതിനെ മിസെല്ലീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? മിസെല്ലീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ഗ്ലോബ്യൂൾസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മിസെല്ലീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മിസെല്ലീസിൻ്റെ മുകളിൽ, ഈ മിസെല്ലീസ് ഫോം ചെയ്തല്ലോ, അതിന് മുകളിൽ ഒരു പ്രോട്ടീൻ കോട്ടും കൂടി വരും. അങ്ങനെ ഒരു പ്രോട്ടീൻ കോട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് കൈലോമൈക്രോൺ. എന്താ പറയുക? കൈലോമൈക്രോൺ. ഈ കൈലോമൈക്രോൺ എന്ന് പറയുന്ന ആ സ്ട്രക്ചർ വഴിയാണ് അത് എന്ത് ചെയ്യുക? അവരെ നേരെ നമ്മളുടെ ലിംഫിൽ കാണുന്ന ലാർജസ്റ്റ് ലിംഫ് വെസൽ ഉണ്ടല്ലോ, ആ ലിംഫ് വെസലിലേക്കാണ് ആരെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക? ഈ കൈലോമൈക്രോണിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കൈലോമൈക്രോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇനി നേരെ എവിടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക?
ലാർജസ്റ്റ് ലിംഫ് വെസൽ ആയിട്ടുള്ള ലാക്റ്റിയലിലേക്കാണ് അബ്സോർബ് ചെയ്യുക. ഇനി ലാക്റ്റിയലിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, അവർ ബ്ലഡ് സ്ട്രീമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫാറ്റിനെ അല്ലെങ്കിൽ ലാർജർ ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും അവരെ അബ്സോർബ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ ആദ്യം മിസെല്ലീസ് ആക്കും. മിസെല്ലീസ് ആയതിനു ശേഷം അതിനെ ഒരു പ്രോട്ടീൻ കോട്ട് വെച്ചിട്ട് കവർ ചെയ്യും. ആ സ്ട്രക്ചറിനെയാണ് കൈലോമൈക്രോൺ എന്ന് പറയുക. അതിനെയാണ് ഇനി എന്ത് ചെയ്യുക, ഈ ലാർജസ്റ്റ് ലിംഫ് വെസലിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അതിലൂടെ ഇനി നേരെ എവിടേക്ക് പോകും, ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. അങ്ങനെയാണ് ഫാറ്റിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ പ്രോഡക്ട്സിനെ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം അറിയണ്ടാവുമല്ലോ. ഇത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഡയഗ്രാണ് അല്ലേ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഡയഗ്രാണിത്. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, ലാബിൾ ദ പാർട്സ് എ ആൻഡ് ബി. എ പാർട്ടും ബി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക, ലാബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് 3 റീജിയൻസ് ഉണ്ട്. മെയിനായിട്ട് 3 റീജിയൻസ് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫണ്ടസ്, ദെൻ കാർഡിയാക്, ദെൻ പൈലോറിക്. ഇങ്ങനെ 3 റീജിയൻസ് ഉണ്ടായിരിക്കും. ഫണ്ടസ് ഉണ്ടായിരിക്കും, കാർഡിയാക് ഉണ്ടായിരിക്കും, പൈലോറിക് ഉണ്ടായിരിക്കും. അതിൽ ഈ ഭാഗം, ഇത് എ എന്ന് പറയുന്ന പാർട്ട് ഏതാണ്? ഇത് കാർഡിയാക്കാണ്. എ പാർട്ട് എന്ന് പറയുന്നത് കാർഡിയാക്കാണ്. അപ്പോൾ ഡോം ഷേപ്ഡ് ആയിട്ടുള്ള റീജിയനെയാണ് ഇതെന്ന് പറയുക, ഫണ്ടസ് എന്ന് പറയുക. ഡോം ഷേപ്ഡ് ആയിട്ടുള്ള ഈ റീജിയൻ ഫണ്ടസ്, ഇത് കാർഡിയാക്. ഈ ഭാഗം അപ്പോൾ എന്തായിരിക്കും? പൈലോറിക്. ഇതാണ് പൈലോറിക് എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് ഏതാണ്? കാർഡിയാക് ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് പൈലോറിക് ആണ്. ഈവൻ ദോ കോൺസെൻട്രേറ്റഡ് HCl is stored in the stomach, it will not generally damage the stomach. അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ 3 ടൈപ്പ് സെൽസ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ടൈപ്പാണ്? ഒന്ന് മ്യൂക്കസ് സിന്തസൈസ് ചെയ്യുന്ന മ്യൂക്കസ് നെക്ക് സെൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഓക്സിൻറ്റിക് സെൽസ് ഉണ്ട്, പെപ്റ്റിക് സെൽസ്, പെരൈറ്റൽ സെൽസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഈ സെൽസ് എന്ത് ചെയ്യും? പല പല സെക്രീഷൻസ് ആണ് നടത്തുന്നുണ്ടാവുക. ഇതിൽ മ്യൂക്കസ് നെക്ക് സെൽ മ്യൂക്കസിനെ സിന്തസൈസ് ചെയ്യും. അതേപോലെ തന്നെ കുറേ ബൈകാർബണേറ്റ്സിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മ്യൂക്കസ് സെല്ല് മ്യൂക്കസ് നെക്ക് സെൽ അപ്പോൾ എന്ത് ചെയ്യും? മ്യൂക്കസിനെ സിന്തസൈസ് ചെയ്യും. അതേപോലെ തന്നെ ഓക്സിൻറ്റിക് സെല്ല് HClനെ സിന്തസൈസ് ചെയ്യും. പെപ്റ്റിക് സെൽ എന്ത് ചെയ്യും? പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈമിനെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജനെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന HCl, ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl ആണ് ഇവിടെ ഉണ്ടാവുക, നമ്മളുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുക. പക്ഷെ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl ഉണ്ടായാലും ആ HCl എന്ത് ചെയ്യുന്നില്ല? സ്റ്റൊമക്കിൻ്റെ വാളിനെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവിടെ ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ആ മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മ്യൂക്കസ് നെക്ക് സെൽ സിന്തസൈസ് ചെയ്യുന്ന മ്യൂക്കസ് അതെന്ത് ചെയ്യും? ഈ സ്റ്റൊമക്കിനെ ലൈൻ ചെയ്യും. ബൈകാർബണേറ്റും അതേപോലെ തന്നെ മ്യൂക്കസും കൂടിയിട്ട് സ്റ്റൊമക്കിനെ ലൈൻ ചെയ്തിട്ട് ഈ HClൻ്റെ ആക്ഷനിൽ നിന്ന് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യും? സ്റ്റൊമക്ക് ബോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആരുടെ ഫംഗ്ഷനാണ്? മ്യൂക്കസിൻ്റെ ഫംഗ്ഷനാണ് HClൻ്റെ ആക്ഷനിൽ നിന്ന് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യുക? സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് എന്തിൻ്റെ ആൻസർ? ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റൊമക്കിനെ ഡൈജസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ മ്യൂക്കസ് നെക്ക് സെൽ സിന്തസൈസ് ചെയ്യുന്ന മ്യൂക്കസും അതേപോലെ തന്നെ അവിടെയുള്ള ബൈകാർബണേറ്റ്സ് അയോൺസും എന്ത് ചെയ്യും? ഇതിനെ ലൈൻ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് റിയാക്ഷൻസ് ആർ കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. റീറൈറ്റ് ദ റിയാക്ഷൻ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് എൻസൈം അബൌവ് ദ ആരോ മാർക്ക്. ഇത് നമ്മുടെ എലിമെൻ്ററി കനാലിലെ ന്യൂട്രിയൻസിൻ്റെ ഡൈജഷൻ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ചില റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈംസ് ഉണ്ടായിരിക്കും അല്ലേ? ആ എൻസൈംസിൻ്റെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. ആ എൻസൈംസ് ഏതാണെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെപ്റ്റോൺസ് പ്രോട്ടിയോസസ് ഇതിനെ ഡൈപെപ്റ്റൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി പോളിസാക്രൈഡിനെ ഡൈസാക്രൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാറ്റിക് അമൈലേസ് ആണ്. അതേപോലെ തന്നെ ഫാറ്റിനെ ഡൈഗ്ലിസറൈഡ്സും അതേപോലെ തന്നെ മോണോഗ്ലിസറൈഡ്സും ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ലിപ്പേസ് ആണ്. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിപ്പേസ് ആണ്. ഇനി ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ്സും ന്യൂക്ലിയോസൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയേസ് ആണ്. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോടൈഡ്സും ന്യൂക്ലിയോസൈഡ്സും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂക്ലിയേസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഡയഗ്രാം ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്.
അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഡയഗ്രാംസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ റിയാക്ഷൻസ്, ഓരോ റിയാക്ഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈംസിൻ്റെ പേര്, അത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഡയഗ്രാംസ് നന്നായി ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് ലാബിൽ ചെയ്യാനുള്ളത്, ഓരോ പാർട്സും ഏതൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന് മെയിനായിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.